ഇപ്പോൾ ശ്രീ കോവൂർ കുഞ്ഞുമോൻ നമുക്കൊപ്പം ചേരുകയാണ്. കോവൂർ കുഞ്ഞുമോൻ MLA. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. തേവലക്കരയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ അങ്ങേക്ക്? ഞാൻ തിരുവനന്തപുരത്ത് ഒരു നിയമസഭയുടെ ഒരു മീറ്റിങ്ങിന് വന്ന് കയറിയപ്പോഴാണ് എൻ്റെ PA ഈ വിവരം വിളിച്ചറിയിച്ചത്. ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന കുട്ടിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ ഇതിന്റെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ആർക്കാണ് വീഴ്ച പറ്റിയത്, എന്താണ് തെറ്റുപറ്റിയത്, എങ്ങനെയാണ് തെറ്റുപറ്റിയത്, അത് സമഗ്രമായ അന്വേഷണത്തിലൂടെ കർശനമായ നടപടി സ്വീകരിക്കും. ശരി, MLA, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ അപകടകരമായ രീതിയിലാണ് ഒരു വൈദ്യുതി ലൈൻ സ്കൂളിന് മുകളിലൂടെ കടന്നു പോകുന്നത്. അവിടെ ഒരു എക്സ്റ്റൻഷൻ കെട്ടിടവും കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങേക്ക് അന്വേഷിക്കാനായോ? സൈക്കിൾ ഷെഡിന്റെ മുകളിൽ കൂടെയാണ് അത് ഈ ലൈൻ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു ഉയരത്തിൽ കെട്ടേണ്ടുന്നതായിരുന്നു. പാളിച്ച ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. പ്രാഥമിക അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. എല്ലാവരും തിരുവനന്തപുരത്തായതുകൊണ്ട് ഫോണിലൂടെയാണ് എല്ലാവരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞത്. പോലീസിനെയും അതേപോലെ തന്നെ ആശുപത്രിയും എല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ എന്താണ് അതിന് വീഴ്ച പറ്റിയത്, അത് അന്വേഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. MLA, ഈ സ്കൂൾ ആരുടെ അധീനതയിൽ ഉള്ളതാണ്? ഈ സ്കൂളിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്? ഒരു മാനേജ്മെന്റ് സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. ഞാൻ 5 മുതൽ 10 വരെ പഠിച്ച ഒരു സ്കൂളാണ്. എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയം കാണുന്നത്. തെറ്റ് പറ്റിയെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. തീർച്ചയായിട്ടും സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ്. MLA പഠിച്ച ഒരു സ്കൂൾ എന്ന നിലയിൽ ചോദിക്കുകയാണ്. ഈ കെട്ടിടം ഉൾപ്പെടെ കാണുമ്പോൾ കാലപ്പഴക്കം വന്നതായി തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ മാനേജ്മെന്റ് തലത്തിലൊരു അനാസ്ഥ ഉള്ളതായി കരുതേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ തന്നെ? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലല്ലോ വീഴ്ച, KSEBയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണല്ലോ ഇപ്പോൾ ഈ മരണം ഉണ്ടാകാൻ കാരണം. അല്ല MLA, ഞാൻ ചോദിക്കാൻ കാരണം അവിടെ ഒരു എക്സ്റ്റൻഷൻ കെട്ടിടമുണ്ടല്ലോ, ഈ സൈക്കിൾ ഷെഡിന്റെ. അപ്പോൾ ഈ 3 ഫേസ് ലൈൻ കടന്നു പോകുന്നതിന്റെ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കെട്ടിടം ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ അനുവദിക്കാൻ പാടുള്ളതല്ലോ. അനുവദിച്ചിട്ടുണ്ടെങ്കിൽ KSEBയും, അത് പണിതിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരാൾക്കും മാറി നിൽക്കാൻ കഴിയില്ല. എല്ലാവരും ഇതിന്റെ ഭാഗമായി മാറി ഈ മരണത്തോടു കൂടി. അപ്പോൾ തീർച്ചയായിട്ടും ഇനി തുടർന്ന് ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ ഉണ്ടാവും. MLA എന്ന നിലയിൽ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വരും.